നമസ്കാരം 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. ലോകം മുഴുവൻ ഒരു പേര് മാത്രമാണ് ഈ സമയത്ത് ഉച്ചരിക്കുന്നത്. ലയണൽ ആൻഡ്രസ് മെസ്സി. തലക്കെട്ടുകൾ നോക്കാം. തകർപ്പൻ ജയത്തോടെ ലോകകപ്പിൽ തേരോട്ടം തുടങ്ങി മെസ്സിപ്പട. അൾജീരിയക്കെതിരെ എതിരില്ലാത്ത 3 ഗോളിന് ജയം. മെസ്സിക്ക് ലോകകപ്പ് കരിയറിലെ ആദ്യ ഹാട്രിക്. ലോകകപ്പിലെ ഗോൾ വേട്ടയിലും ഒന്നാമനായ മെസ്സി. സെനഗലിനെ 3-1 തകർത്ത ഫ്രാൻസ്. എംബാപ്പയ്ക്ക് ബ്രേസ്. സമാധാന കരാറിന്റെ അവസാന നിമിഷത്തിൽ ഇടഞ്ഞ ഇസ്രായേലിനെതിരെ അമേരിക്ക. ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്ന് ട്രംപ്. ലെബനനിലെ ആക്രമണം തുടരുന്നതിൽ അതൃപ്തി. ഇറാനും ഇസ്രായേലിനെതിരെ ആക്രമണം അവസാനിച്ചില്ലെങ്കിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ലോക നേതാക്കളുടെ കൂടിക്കാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് 6:15 ഫ്രാൻസിലെ വിയനിൽ. പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ മുഖ്യ ചർച്ചയാകും. വ്യാപാര കരാറും ചർച്ചയിൽ വിഷയമാകും. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളുടെയും സംയുക്ത വാർത്താ സമ്മേളനം. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാർ ധൂർത്ത് നടത്തിയെന്ന സൂചന നൽകുന്ന ധവളപത്രം പുറത്തിറക്കിയ വിജയ് സർക്കാർ. ആകെ 13.18 ലക്ഷം കോടി രൂപയുടെ കടം. ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ 1.28 ലക്ഷം രൂപയുടെ ബാധ്യത. സ്റ്റാലിൻ ഉണ്ടാക്കിയത് അതിന് മുൻപത്തെ 60 വർഷത്തെക്കാൾ ബാധ്യതയെന്നും ധവളപത്രത്തിൽ. ബംഗാളിലെ തൃണമൂലിന് പിന്നാലെ മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് വിഭാഗവും പിളർപ്പിലേക്ക്. പാർട്ടി വിടാൻ ഒരുങ്ങി 5 എംപിമാർ. ചില MLA-മാരും ഏക്നാഥ് ഷിൻഡെയ്ക്കൊപ്പം പോയേക്കും. ഒരു പ്രശ്നവുമില്ലെന്ന് ഉദ്ധവ് പറയുമ്പോഴും വിമത നീക്കം അണിയറയിൽ സജീവം. പകർച്ചവ്യാധികൾ ഓരോന്നായി പടരുന്നതിനിടെ ആശങ്കയേറ്റി ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം കൂടി. മരിച്ചത് കരിമ്പുഴ ആറ്റാശ്ശേരി ജിജോ മോഹൻ. ഈ മാസം പാലക്കാട് ജില്ലയിൽ ഡെങ്കി ബാധിച്ച് 3ാമത്തെ മരണം. കോഴിക്കോട് ഒളവണ്ണ സ്വദേശിക്ക് മലേറിയ. സംസ്ഥാനത്താകെ 155 പേർ ഷിഗല്ല ബാധിതരെന്ന് ആരോഗ്യവകുപ്പ്. ജില്ലാ തലത്തിൽ ഔട്ട്ബ്രേക്ക് മോണിറ്ററിംഗ് യൂണിറ്റും സംസ്ഥാന തലത്തിൽ ഹൈപ്പവർ കമ്മിറ്റിയും. മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ ഇന്ന് ഇടിക്ക് മുന്നിൽ ഹാജരാകും. രാവിലെ 10:30 കൊച്ചി ഓഫീസിലെത്താൻ നിർദ്ദേശം. 10 വർഷത്തെ ആസ്തി വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കണം. ഹാജരാകാൻ 2 ആഴ്ച സാവകാശം വേണമെന്ന ആവശ്യം തള്ളി. CMRL ശശിധരൻ കർത്തയുടെയും കുടുംബത്തിന്റെയും ചോദ്യം ചെയ്യൽ പൂർത്തിയായി. PM ശ്രീ ഇന്നത്തെ മന്ത്രിസഭയിൽ ചർച്ചയായേക്കും. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ റിപ്പോർട്ട് പരിഗണനയ്ക്ക് വരും. പ്രിയദർശിനി പദ്ധതിയും വിലയിരുത്തും. നാളെ VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ്. വീണ്ടും IPS ഓഫീസർമാർക്ക് സ്ഥലം മാറ്റം. പുട്ട വിമലാദിത്യ ഉത്തരമേഖല IG, സതീഷ് ബിനോ പകരം ആഭ്യന്തര സുരക്ഷാ IG ആകും. K കാർത്തിക് കണ്ണൂർ റേഞ്ച് DIG, T നാരായണൻ തൃശൂർ റേഞ്ച്. വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ DYFI നേതാവ് ജിതിൻ ഭാസ്കറിനെ കസ്റ്റഡിയിൽ വാങ്ങും. പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. ജിതിൻ ഭാസ്കർ ജാമ്യാപേക്ഷയും നൽകിയേക്കും. അന്വേഷണം ഉന്നത നേതാക്കളിലേക്ക്. പാലായിലെ പരിഹാര ശ്രമങ്ങൾക്കിടെ പ്രതിസന്ധിയായി ഹൈക്കോടതിയുടെ ഉത്തരവ്. കൊട്ടാരമറ്റം സ്റ്റാൻഡിലെ പുതിയ ഓട്ടോ സ്റ്റാൻഡ് നിർത്തലാക്കണം. നഗരസഭാ അനുമതിയില്ലാതെ സ്റ്റാൻഡ് തുറന്നത് ഇപ്പോൾ കലാപക്കൊടി ഉയർത്തിയിട്ടുള്ള കൗൺസിലർ ബിജു മാത്യൂസ്. പ്രശ്നപരിഹാരത്തിനെടുത്ത ഉപാധികളിലൊന്ന് സ്റ്റാൻഡ് നിലനിർത്തൽ. ഹൈക്കോടതി ഉത്തരവോടെ പാലായിലെ പോര് കടുത്തു. പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയുടെ ഭാഗമായാണ് ചർച്ച. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഇരു നേതാക്കളും അവസാനമായി കാണുന്നത്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറ്, പശ്ചിമേഷ്യൻ സംഘർഷം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ചയാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അജയ് ഉണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. അജയ്, 16 മാസത്തിന് ശേഷം ഉണ്ടാകുന്ന ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച. ഇന്നലെ അതിനൊരു ചെറിയ ട്രെയിലർ കണ്ടു. ഇന്ന് അതിൻ്റെ ഫുൾ പണം എന്തൊക്കെയാകും, അതിനകത്തുള്ള ചർച്ചകൾ എന്നതിനെ സംബന്ധിച്ചുള്ള ധാരണകൾ ലഭിക്കേണ്ടതുണ്ട്. ഈ യുദ്ധമൊക്കെ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് മോദിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച. അത് ഉൾപ്പെടെ ചർച്ചയാകുമെന്ന് വിശ്വസിക്കുന്നു. വിശദാംശങ്ങൾ.
ഹരി, ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. ഇന്ന് എപ്പോഴായിരിക്കും കൂടിക്കാഴ്ച എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. G7 ഉച്ചകോടിയുടെ ഭാഗമായി ഇരു രാഷ്ട്ര നേതാക്കളും നിലവിൽ ഫ്രാൻസിൽ തുടരുകയാണ്. ഇന്നലെ ഇരുവരും തമ്മിൽ 2 തവണ കണ്ടിരുന്നു. ഒന്ന്, എല്ലാ രാഷ്ട്രത്തലവന്മാരുടെയും യോഗത്തിൽ ഇരുവരും ഏതാണ്ട് 20 സെക്കൻഡോളം ഹസ്തദാനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. അതുപോലെ മൊത്തം നേതാക്കളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സമയത്തും 2 നേതാക്കൾ പരസ്പരം കണ്ടിരുന്നു. എന്നാൽ അപ്പോഴൊന്നും തന്നെ പരസ്പരം മുൻപത്തേതുപോലെ ഹഗ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്നേഹപ്രകടനം ഒന്നും തന്നെ ട്രംപും മോദിയും പുറത്തെടുത്തിരുന്നില്ല. ഇത് ഈ സമീപ നാളുകളിൽ ഉണ്ടായിട്ടുള്ള അമേരിക്ക ഇന്ത്യ ബന്ധത്തിൻ്റെ നിലവിലെ സ്ഥിതി തന്നെ വ്യക്തമാക്കുന്നതാണെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായിട്ടും ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു വിഷയമെന്ന് പറയുന്നത് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ തന്നെയാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഇരു രാഷ്ട്ര തലവന്മാരും ഇത് സംബന്ധിച്ച് അവസാനമായി ചർച്ച നടത്തുന്നത്. അന്നായിരുന്നു ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൻ്റെ ഒരു തുടക്കമെന്ന് പറയുന്നത്. പക്ഷേ അതിനുശേഷം ട്രംപ് ഇന്ത്യക്ക് മേൽ താരിഫ് വൻതോതിൽ ചുമത്തിക്കൊണ്ട് രംഗത്ത് വരുന്നു. അതുപോലെ അതിൽ പലതരം ചർച്ചകൾ നടക്കുന്നു. പല ചർച്ചകളും വെറുതെ ആയി പോകുന്നു. അതിനെ തുടർന്ന് പിന്നീട് താരിഫ് ഉയർത്തുന്ന ഒരു നടപടിയിലേക്ക് ഉൾപ്പെടെ ട്രംപ് കടക്കുന്നു. അത് ഇന്ത്യയെ കുറച്ചൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയത്. ഇപ്പോൾ അത്തരം ഒരു പ്രതിസന്ധികൾക്കൊക്കെ ശേഷം ഇപ്പോൾ 2 രാഷ്ട്രങ്ങളിലെയും ഈ വ്യാപാര ബന്ധ ചർച്ചകൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഈ വ്യാപാര കരാറിനെ സംബന്ധിച്ച് ഒരു കരട് രേഖ ഉൾപ്പെടെ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അത് ഫൈനൽ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും ചർച്ച നടത്തി. അതിൻ്റെ ഒരു അവസാന രൂപരേഖയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടെ ഈ ചർച്ചയ്ക്ക് ശേഷം പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഈ അമേരിക്കയിലുള്ള ഇന്ത്യക്കാരെ വളരെയധികം പ്രതിസന്ധിയിലാക്കിയ മറ്റൊരു വിഷയമാണ് H1B വിസയുടെ കാര്യം. അപ്പോൾ ഈ വിസയെ സംബന്ധിച്ചുള്ള വിവിധ കാര്യങ്ങളും ഇന്ന് മോദിയും ട്രംപും ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ H1B വിസ ഇപ്പോൾ കോടതിയിൽ ട്രംപിനൊരു തിരിച്ചടി നേരിട്ടതാണ്. അപ്പോൾ ഇത് വീണ്ടും നടപ്പിലാക്കാനുള്ള നീക്കങ്ങളെല്ലാം ട്രംപ് ഭരണകൂടം ആരംഭിച്ചിട്ടുള്ളതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ മോദി ട്രംപുമായി സംസാരിച്ച് എന്തെങ്കിലും ഇതിലുള്ള ഇളവുകൾ ഉൾപ്പെടെ പരിഗണിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അമേരിക്കയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങൾ ഉരുത്തിരിഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പശ്ചിമേഷ്യൻ സംഘർഷത്തിലുള്ള സമാധാന ശ്രമങ്ങൾ ഇന്ത്യ ഇന്നലെ നരേന്ദ്രമോദി ഈ യോഗത്തിൽ സംസാരിച്ചപ്പോൾ ഈ സമാധാന ശ്രമങ്ങളെ ഇന്ത്യ സ്വാഗതം ചെയ്തതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇന്ന് പ്രസിഡന്റുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എല്ലാ ഇന്ത്യക്കാരെയും ആശങ്കയിലാക്കിയ ഒരു കാര്യമാണ് ഹോർമുസ് കടലിടുക്കിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട ഒരു വിഷയം. അമേരിക്കൻ ആക്രമണത്തിലാണ് 3 ഇന്ത്യക്കാർ കൊല്ലപ്പെടുന്നത്. അന്ന് ഇന്ത്യ ഇതിനെ ശക്തമായ ഭാഷയിൽ അപലപിച്ചില്ല, അമേരിക്കയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ചില്ല എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നും വന്നിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി സംസാരിച്ചപ്പോൾ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. ഇന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് കാണുമ്പോൾ ആ വിഷയം ഉൾപ്പെടെ ഇന്ത്യ മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട്. അതിൽ പ്രതിഷേധം അറിയിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പല വിഷയങ്ങളുണ്ട്. എല്ലാവരും അത് തീർച്ചയായിട്ടും കാത്തിരിക്കുകയാണ്. ഓക്കെ, യെസ്, വ്യക്തമാണ്. അങ്ങനെ ഒരു കൂടിക്കാഴ്ചയിൽ എന്തൊക്കെയായിരിക്കും ചർച്ച ചെയ്യുക എന്നുള്ളത് ഉറ്റുനോക്കുകയാണ് ലോകം. ലെബനനിലെ ആക്രമണത്തിൽ ഇസ്രായേലിനെതിരെ കടുത്ത പ്രതികരണവുമായി ഇറാനും അമേരിക്കയും. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ സൈന്യം. ഇസ്രായേലിലെ സൈനിക നടപടിയിൽ താൻ സന്തുഷ്ടനല്ലെന്നും ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നും ട്രംപും പ്രതികരിച്ചു. ഇന്നലെ മാത്രം മേഖലയിൽ 4 പേരാണ് കൊല്ലപ്പെട്ടത്. അജയ്, തുടരാം. ഈ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ഇസ്രായേലിൻ്റെ സൈനിക നടപടി അത് ഇപ്പോഴും മേഖലയിൽ തുടരുന്നത് അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകളെ കുറച്ചൊന്നുമല്ല ഒരു കുഴപ്പത്തിലാക്കിയിട്ടുള്ളത്. ഇപ്പോഴും ഇറാൻ ലെബനനിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായിട്ടും പിൻവലിയണം എന്നുള്ള ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നലെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറഗ്ചി പറഞ്ഞത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാറിൽ ഈ ലെബനൻ വിഷയം ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇസ്രായേൽ എത്രയും വേഗം സൈനിക നടപടികൾ
അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇറാന്റെ ഔദ്യോഗിക സൈന്യമായിട്ടുള്ള IRGCയും ഇസ്രായേലിനെതിരെ കടുത്ത പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. IRGC പറയുന്നത് തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയില്ലെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു ഭീഷണി തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും അമേരിക്കയുമായിട്ടുള്ള ഒരു സമാധാന കരാറിൽ നിന്ന് ഇറാൻ പിന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ ഈ വെള്ളിയാഴ്ച ഈ സമാധാന കരാർ ഒപ്പിടാനിരിക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിനിടയിൽ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക അമേരിക്കയ്ക്കുണ്ട്. അപ്പോൾ അത് കാരണം തന്നെയാണ് ട്രംപും ഇക്കാര്യത്തിൽ ഒരു കടുത്ത നിലപാടുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഡൊണാൾഡ് ട്രംപ് ഇന്നലെ G7 ഉച്ചകോടിയിൽ സംസാരിക്കുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ കടുത്ത നിലപാട് തന്നെ എടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ബെഞ്ചമിൻ നെതന്യാഹു കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ പെരുമാറണം, ഇസ്രായേൽ എത്രയും വേഗം ഈ സൈനിക നടപടികൾ അവസാനിപ്പിക്കണം, ഈ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേലിന് എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടത്തണമായിരുന്നുവെങ്കിൽ അത് നേരത്തെ തന്നെ കുറച്ചുകൂടി വേഗത്തിൽ ചെയ്യേണ്ട കാര്യമായിരുന്നു. എന്നാൽ നിലവിൽ ഇത്തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ അത് സമാധാന കരാറിന് തിരിച്ചടി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ ഹിസ്ബുള്ളയുടെ കാര്യം സിറിയ നിയന്ത്രിച്ചുകൊള്ളും. സിറിയ ഹിസ്ബുള്ളയ്ക്ക് എതിരായിട്ടുള്ള സൈനിക നീക്കമാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും സിറിയ ചെയ്തുകൊള്ളും. അതിൽ ഇസ്രായേൽ ഇടപെടേണ്ട ഒരാവശ്യവുമില്ല എന്ന് തന്നെ ട്രംപ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇസ്രായേൽ നിലവിൽ മറ്റ് പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. US ഇറാൻ സമാധാന കരാറിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ അത് സമാധാന കരാർ രൂപീകൃതമായ സമയത്ത് തന്നെ ഇസ്രായേൽ പ്രതികരിച്ചത് ലെബനനിൽ സൈനിക നടപടികൾ തുടരും എന്നാണ്. ഈ ഇറാൻ വ്യക്തമാക്കുന്നത് ഈ 2 ദിവസത്തിൽ സമാധാന കരാർ വന്നതിന് ശേഷം മാത്രം ഇസ്രായേലിലെ ആകെ 84 തവണ ലെബനനിൽ വെടിനിർത്തൽ ലംഘിച്ചു കഴിഞ്ഞു എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ 4 പേരടക്കം കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ ഈ വിഷയത്തിലും ഇറാൻ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ്യക്തമാണ് അജയാണ് വിശദാംശങ്ങൾ നൽകിയത്. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേന പിളർപ്പിലേക്കെന്ന് സൂചന. 5 MP പാർട്ടി വിട്ടേക്കും. പാർട്ടി പ്രശ്നങ്ങളില്ലെന്ന് നേതൃത്വം പറയുമ്പോഴും അണിയറയിൽ വിമത നീക്കങ്ങൾ സജീവമാണ്. MLA മാരും MP മാരും ഏക്നാഥ് ഷിൻഡെ നേതൃത്വം നൽകുന്ന ശിവസേനയിലേക്ക് എത്തും. തമിഴ്നാട്ടിൽ ധവളപത്രം പുറത്തിറക്കി DMK പ്രതിരോധത്തിലാക്കി വിജയ് സർക്കാർ. സംസ്ഥാനത്തിന് 13.18 ലക്ഷം കോടിയുടെ ആകെ കടമെന്നാണ് ധവളപത്രത്തിൽ. ജനിക്കുന്ന ഓരോ കുട്ടിയും 1.28 ലക്ഷം രൂപ കടക്കാരനാണ്. കഴിഞ്ഞ 5 വർഷം സ്റ്റാലിൻ സർക്കാർ ഉണ്ടാക്കിയ ബാധ്യത അതിനു മുൻപുള്ള 60 വർഷത്തേക്കാൾ കൂടുതലെന്നാണ് വിമർശനം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. എല്ലായ്പ്പോഴും വിപണിയിൽ ശ്രദ്ധിക്കാതെയും ഒരു വലിയ സമ്മർദ്ദമോ അതുപോലെ തന്നെ നിരീക്ഷണങ്ങളോ ഇല്ലാതെ തന്നെ എങ്ങനെ ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഇൻഡെക്സ് ഫണ്ടുകളും ETF-കളുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അത് തന്നെയാണ്. ഈ ഫണ്ടുകൾ നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് പോലത്തെ ഒരു ഇൻഡെക്സിനെ മിറർ ചെയ്യുന്നു. നമ്മുടെ സൂചിക ഉയരുകയാണെങ്കിൽ നിങ്ങളുടെ ഫണ്ടും അതേപോലെ തന്നെ ഉയരുന്നു. സ്റ്റോക്ക് സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല, മാർക്കറ്റ് ടൈം ചെയ്യേണ്ടതില്ല, ഈ ഇൻഡെക്സിനെ അതേപോലെ തന്നെ പ്രതിഫലിക്കുന്നു, അത്രമാത്രം. ഇക്വിറ്റി എക്സ്പോഷർ ആഗ്രഹിക്കുന്ന എന്നാൽ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ റിസർച്ച് ചെയ്യാനായിട്ടുള്ള സമയമോ സാവകാശമോ ഇല്ലാത്ത ഒരു നിക്ഷേപകന് പാസീവ് ഫണ്ട്സ് ആണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. കംപ്ലീറ്റ് ആയിട്ടുള്ള മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, വളരെ സെൽഫ് ഡിസിപ്ലിനോടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇതുപോലത്തുള്ള ഇൻഡെക്സ് ഫണ്ടാണ് ഏറ്റവും നല്ല മാർഗം. ഇന്ത്യയുടെ ദീർഘകാല വളർച്ചയിൽ വിശ്വാസമുള്ള എന്നാൽ നിക്ഷേപത്തിനായി അധികം അധ്വാനിക്കാൻ ആഗ്രഹിക്കാത്ത ആളുകൾക്ക് വേണ്ടി മിടുക്കമായ ലളിതമായ ഒരു വഴിയാണ് ഇൻഡെക്സ് ഫണ്ടുകൾ. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക. ഹിമാലയത്തിന്റെ മഞ്ഞണിഞ്ഞ കൊടുമുടികൾക്കിടയിലൂടെ വരയ്ക്കപ്പെട്ട നിയന്ത്രണ രേഖ, അതായത് ലൈൻ ഓഫ് കൺട്രോൾ, കേവലം 2 രാജ്യങ്ങളെ വേർതിരിക്കുന്ന ഒരു അതിർത്തി മാത്രമല്ല, അതൊരു കാലയന്ത്രം കൂടിയാണ്. ആ രേഖയുടെ ഇരുവശങ്ങളിലുമായി ജീവിക്കുന്ന മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ 2 ലോകങ്ങളാണ്. ജൂൺ 9 എന്ന ഒരൊറ്റ ദിവസം ഈ വലിയ യാഥാർത്ഥ്യത്തിന്റെ നേർചിത്രമായി മാറുകയായിരുന്നു. ഒരു വശത്ത് പാക് അധിനിവേശ കാശ്മീരിലെ റവാലാക്കോട്ട്, മുസാഫറാബാദ്, മിർപൂർ തുടങ്ങിയ നഗരങ്ങൾ ഭരണകൂടത്തിനെതിരെയുള്ള ജനരോക്ഷത്താൽ പുകയുകയായിരുന്നു. തെരുവുകളിൽ വെടിയൊച്ചകളും കണ്ണീർ വാതകത്തിന്റെ രൂക്ഷഗന്ധവും നിറഞ്ഞു നിന്നു.
എന്നാൽ അവിടെ നിന്നും വെറും 100 കിലോമീറ്റർ കിഴക്കോട്ട് മാറി ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ ഹിമാലയത്തിൻ്റെ അഗാധതയിൽ മറ്റൊരു ചരിത്രം രചിക്കപ്പെടുകയായിരുന്നു. ബാൾട്ടാലിലും സോനാമാർഗിലും മീനാമാർഗിലുമുള്ള എഞ്ചിനീയർമാർ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരുദിശ തുരങ്കങ്ങളിലൊന്നായ സോജില ടണലിൻ്റെ നിർമ്മാണത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടം പൂർത്തിയാക്കിയതിൻ്റെ ആഘോഷത്തിലായിരുന്നു. നിയന്ത്രണ രേഖയുടെ ഇരുവശങ്ങളിലുമായി ഒരേ സമയം അരങ്ങേറിയ ഈ 2 സംഭവങ്ങൾ 1947 ശേഷമുള്ള വിഭജനത്തിന് ശേഷം കാശ്മീർ എന്ന ഭൂപ്രദേശം സഞ്ചരിച്ച തികച്ചും വ്യത്യസ്തമായ 2 പാതകങ്ങളെയാണ് വരച്ചു കാട്ടുന്നത്. ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 13.15 കിലോമീറ്റർ നീളമുള്ള സോജില തുരങ്കം കേവലം ഒരു യാത്രാമാർഗം മാത്രമല്ല, അതൊരു പ്രതീക്ഷയുടെ പ്രതീകം കൂടിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 11,500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കടുത്ത ശൈത്യകാലത്ത് മഞ്ഞുമൂടി മാസങ്ങളോളം പുറം ലോകവുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടു പോകാറാണ് പതിവ്. ലഡാക്കിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒറ്റപ്പെടൽ വലിയൊരു ദുരിതമായിരുന്നു. എന്നാൽ സോജില തുരങ്കം യാഥാർത്ഥ്യമാകുന്നതോടെ ലഡാക്കിലേക്കുള്ള യാത്ര വർഷം മുഴുവൻ സാധ്യമാകും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ സാന്നിധ്യത്തിൽ കാശ്മീർ ഭാഗത്തു നിന്നും ലഡാക്ക് ഭാഗത്തു നിന്നും തുരങ്കം നിർമ്മിച്ചു വന്ന തൊഴിലാളികൾ ഭൂമിക്കടിയിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടിയ ആ നിമിഷം ഇന്ത്യൻ അടിസ്ഥാന സൗകര്യ വികസന ചരിത്രത്തിലെ സുവർണ നിമിഷങ്ങളിലൊന്നാണ്. ഈ തുരങ്കം പൂർത്തിയാകുന്നതോടെ യാത്രാസമയം ഗണ്യമായി കുറയുക മാത്രമല്ല, തന്ത്രപ്രധാനമായ ലഡാക്ക് മേഖലയിലേക്കുള്ള സൈനിക നീക്കങ്ങളും ചരക്ക് നീക്കങ്ങളും കൂടുതൽ സുഗമമാവുകയും ചെയ്യും. 2028ഓടെ ഈ പദ്ധതി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരു ദശാബ്ദക്കാലമായി ജമ്മു കാശ്മീരിൽ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന വമ്പൻ നിക്ഷേപങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ഒരു ഭാഗം മാത്രമാണ് സോജില തുരങ്കം. സോനാമാർഗിനടുത്തുള്ള ഇസഡ് മോർ തുരങ്കം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലം, ജമ്മു ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് തുടങ്ങി എണ്ണമറ്റ പദ്ധതികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. കാശ്മീരിന്റെ മഞ്ഞുമൂടിയ മലനിരകൾക്കിടയിലൂടെയും പച്ചപ്പണിഞ്ഞ താഴ്വരകളിലൂടെയും അതിവേഗം കുതിച്ചുപായുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ഒരു വിദൂര സ്വപ്നം മാത്രമായിരുന്നു. ഈ വികസന പ്രവർത്തനങ്ങൾ കേവലം കെട്ടിടങ്ങളോ റോഡുകളോ മാത്രമല്ല സൃഷ്ടിച്ചത്, മറിച്ച് അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നു. CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ED ഇന്ന് ചോദ്യം ചെയ്യും. രാവിലെ 10:30 കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാൻ സമൻസ് നൽകിയിരുന്നെങ്കിലും വീണ ഹാജരായിരുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ 2 ആഴ്ചത്തെ സാവകാശം അനുവദിക്കണമെന്ന വീണയുടെ ആവശ്യം തള്ളിയാണ് ED വീണ്ടും സമൻസ് നൽകിയത്. കഴിഞ്ഞ 10 വർഷത്തെ ആസ്തി വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കണമെന്നും നിർദ്ദേശമുണ്ട്. സേവനം നൽകാതെ CMRൽ നിന്ന് 2.78 കോടി കൈപ്പറ്റിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. CMRൽ നിന്ന് ലഭിച്ച പണത്തിന്റെ വിനിയോഗത്തിലടക്കം വീണയ്ക്ക് വ്യക്തത വരുത്തേണ്ടി വരും. ഇന്നലെ CMRൽ MD ശരണസ് കർത്തയെയും JS കർത്തയെയും ED ചോദ്യം ചെയ്തിരുന്നു. നവമി, വീണ ഇന്ന് ഹാജരാകാൻ തന്നെയാണോ സാധ്യത? ഇനിയൊരു അവധിയിലേക്ക് നീങ്ങില്ല അല്ലേ? വീണ ഒരു 10:30 മുമ്പിൽ തന്നെ ഹാജരാകുമെന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത്? വീണ വിജയനും അതോടൊപ്പം തന്നെ ഭർത്താവ് മുഹമ്മദ് റിയാസിനോടൊപ്പം MLA കൂടിയായിട്ടുള്ള മുഹമ്മദ് റിയാസിനോടൊപ്പം തന്നെ കൊച്ചിയിലെ ED ഓഫീസിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവർ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ, അതായത് 10 മണിക്ക് മുൻപ് തന്നെ ED ഓഫീസിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. എന്തായാലും ED ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഏറെ നിർണായകമായൊരു ചോദ്യം ചെയ്യൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഈ കേസിൽ വരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതിൽ ഈ CMRലും എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട്, ഇതിൽ എന്ത് സേവനം നൽകിക്കൊണ്ടാണ് വീണയുടെ അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്കും ഇത്രയും വലിയ തുക, ഏകദേശം 2 കോടിയോളം രൂപ എന്ത് സേവനം നൽകിയിട്ടാണ് CMR നൽകിയതെന്നാണ് പ്രധാനമായും ED വീണയിൽ നിന്നും ചോദിച്ചറിയുക. നേരത്തെ നമുക്കറിയാം 12 ഇടങ്ങളിൽ വീണയുടെയും വീട്ടിലടക്കം 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. ആ റെയ്ഡിൽ നിന്നൊക്കെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ED ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുള്ളത്. ആ രേഖകളും മുന്നിൽ വെച്ചുള്ളൊരു ചോദ്യം ചെയ്യൽ തന്നെയാണ് ED ഉദ്യോഗസ്ഥർ മുൻപാകെ ഉള്ളത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും ED ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്നലെ ഈ ശരണസ് കർത്തയും അതായത് ശശിധരൻ കർത്തയുടെ മകളെയും അതോടൊപ്പം തന്നെ ഭാര്യയെയും ചോദ്യം ചെയ്തിരുന്നു. അവർക്കും ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ അക്കൗണ്ടിലേക്കും
അതായത് എപ്പാനൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നും പോലും വീണ വിജയന് പണം കൈമാറിയിട്ടുണ്ടെന്ന് ഇഡി കണ്ടെത്തിയിരുന്നു. അങ്ങനെ എന്ത് സേവനം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാട് ഇവർ രണ്ട് കമ്പനികളും അല്ലെങ്കിൽ പ്രത്യേകിച്ച് വീണ വിജയനുമായി നടത്തിയതെന്നാണ് ഇഡിക്ക് അറിയേണ്ടത്. ഇതിന് പിന്നിൽ ഒരു കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടോ എന്ന് കൂടിയാണ് ഇഡി പ്രധാനമായും ചോദിച്ചറിയുന്നത്. എന്തായാലും ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വീണ വിജയൻ ഇഡി ഓഫീസിലേക്ക് എത്തും. ഇഡി ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ അത് ഉടനെ തന്നെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ ഇഡിയുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കുക എന്നത് തന്നെയാണ് വീണ വിജയന്റെ മുന്നിലുള്ള ഏക പോംവഴി. പ്രത്യേകിച്ച് ചില തെളിവുകൾ, ചില രേഖകളടക്കം ഹാജരാക്കാനാണ് വീണ വിജയനോട് ഇഡി ഉദ്യോഗസ്ഥർ നേരത്തെ സമൻസിലടക്കം ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ രേഖകളുമൊക്കെ ആയിട്ടായിരിക്കും വീണ വിജയൻ ഈ ചോദ്യം ചെയ്യലിന് എത്തുക. ഇനി കഴിഞ്ഞ ദിവസം നടത്തിയ ചോദ്യം ചെയ്യൽ, ശശിധരൻ കർത്ത ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും മാത്രമാണ് ചോദ്യം ചെയ്യാൻ എത്തിയത്. അവരിൽ നിന്നൊക്കെ ശേഖരിച്ച വിവരങ്ങൾ, അവർ പറയുന്ന ഉത്തരങ്ങളുമായി താരതമ്യപ്പെടുത്തി തന്നെയായിരിക്കും വീണ വിജയന്റെ ഉത്തരങ്ങളെയും ഇഡി കണ്ടെത്തുക. അതിനുശേഷമായിരിക്കും ഈ പറയുന്ന കള്ളപ്പണ ഇടപാട് ഉണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാട് അത് കൃത്യമായിട്ടുള്ള സേവനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ എന്നതൊക്കെയായിരിക്കും ഇഡി പ്രധാനമായും മനസ്സിലാക്കുക അല്ലെങ്കിൽ ശേഖരിക്കുക. കഴിഞ്ഞ രണ്ട് തവണയും, അതായത് ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചും ഈ ഒരു അന്വേഷണവുമായി ഇഡി മുന്നോട്ട് പോകട്ടെ എന്ന് ഉത്തരവ് ഇട്ടതിന് പിന്നാലെ തന്നെയാണ് ഇഡി സജീവമായി തന്നെ ഈ ഒരു കേസിൽ ചോദ്യം ചെയ്യലുകളെല്ലാം ആരംഭിച്ചത്. CMRL ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ എല്ലാം ഓരോ ദിവസങ്ങളായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊടുവിലാണ് ഇന്ന് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ആളുകളിലേക്കുള്ള ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരാളായിട്ടുള്ള വീണ ടിയുടെ മൊഴിയും വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലും ഇന്ന് നടക്കുക. എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വീണ വിജയൻ ഇവിടേക്ക് എത്തും. ഭർത്താവ് മുഹമ്മദ് റിയാസിനോടൊപ്പമാണ് വീണ വിജയൻ എത്തുന്നത് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരവും. ഹരി, വ്യക്തമാണ്. വളരെ കാത്തിരുന്ന ഒരു നിമിഷം കൂടിയായിരുന്നല്ലോ. രാഷ്ട്രീയ കേരളത്തിൽ തന്നെ വീണ വിജയന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യാൻ ഹാജരാകേണ്ടിയിരുന്നതായിരുന്നു. പക്ഷേ ഇത്തവണ വീണ ഹാജരാകുമെന്നാണ് മനസ്സിലാകുന്നത്. കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ഭർത്താവും MLA-യുമായ മുഹമ്മദ് റിയാസിനൊപ്പം ED ഓഫീസിൽ 10:30 തന്നെ വീണ വിജയൻ എത്തും, ചോദ്യം ചെയ്യലിന് ഹാജരാകും എന്നാണ് മനസ്സിലാക്കുന്നത്. നവമിയാണ് ED ഓഫീസിന് മുന്നിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്. നടി ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ വനിതാ SI രേഷ്മ എന്നിവർക്കെതിരെ നടി ഹൻസിബ നൽകിയ ഹർജിയിൽ നിന്ന് പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കും. മൂവർക്കുമെതിരെ കേസെടുക്കണമെന്നായിരുന്നു ഹൻസിബയുടെ ഹർജി. തൃപ്പൂണിത്തുറ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇത് സംബന്ധിച്ച് പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുക. പരാതിയിൽ കഴമ്പില്ല എന്നും പോലീസിന് വീഴ്ച ലഭിച്ചിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടി തൃക്കാക്കര ACP നേരത്തെ കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. നവമി ഉണ്ട് വിശദാംശങ്ങളുമായി. നവമി, പരാതി ഇനി എങ്ങോട്ട് മുന്നോട്ട് പോകാനാണ് ഹൻസിബയുടെ നീക്കങ്ങൾ? ഹരി, എന്തായാലും ഇപ്പോൾ നേരത്തെ തന്നെ തൃക്കാക്കര ACP നൽകിയ റിപ്പോർട്ടിൽ, കമ്മീഷണർക്ക് കൈമാറിയ റിപ്പോർട്ടിലാണ് ഈ ഹൻസിബ ഉന്നയിക്കുന്നത് പോലുള്ള ഒരു ആരോപണങ്ങളോ അല്ലെങ്കിൽ തെളിവുകളോ ഒന്നും തന്നെ ഇതിലില്ല. ഈ പരാതിയിൽ മറ്റ് കഴമ്പുകളൊന്നും തന്നെ ഇല്ല എന്നൊരു കണ്ടെത്തൽ ACPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷെ അതിനെതിരെയാണ് ഹൻസിബ തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അവിടെ ഹൻസിബ പറയുന്നത് തന്റെ അവകാശങ്ങളുടെ ലംഘനമാണ് നടന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് അവർക്ക് അതിൽ കഴമ്പില്ല എന്ന് പറയാൻ കഴിയുന്നത്? തന്റെ പക്കലുള്ള തെളിവുകളെല്ലാം തന്നെ ഹാജരാക്കി ഇവർക്കെതിരെ, ലക്ഷ്മിപ്രിയ ഭർത്താവും അതോടൊപ്പം തന്നെ SI രേഷ്മ എന്നിവർക്കെതിരെ നടപടി സ്വീകരിക്കണം, അവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഹൻസിബയുടെ ആവശ്യം. എന്തായാലും ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ പോലീസ് ഈ റിപ്പോർട്ട് കൈമാറും. അത് പഠിച്ച ശേഷമായിരിക്കും കൂടുതൽ വാദങ്ങളിലേക്കും അല്ലെങ്കിൽ തുടർ നടപടികളിലേക്കുമൊക്കെ കോടതി കടക്കുകയുള്ളൂ. അതിനിടയിലാണ് ഇന്നലെ ഹൻസിബ തന്നെ ഫേസ്ബുക്കിലൂടെ ഒരു കുറിപ്പ് പങ്കുവച്ചത്. അത് ആഭ്യന്തരമന്ത്രിയെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെയും ടാഗ് ചെയ്തുകൊണ്ടുള്ള ഒരു കുറിപ്പാണ്. അതിൽ പറയുന്നത് ഈ പരാതിയുടെ പേരിൽ നടക്കുന്ന അന്വേഷണം അത് വെറും പ്രഹസനമാണ്. ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാതെ എങ്ങനെയാണ് ആരോപണ വിധേയരായവരുടെയും സാക്ഷികളുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തുന്നത്? അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിലാണ് പോലീസ് എന്ന തരത്തിലുള്ള രൂക്ഷ വിമർശനം ഹൻസിബ ഉന്നയിക്കുന്നുണ്ട്. തനിക്ക് നീതി ലഭിച്ചില്ല, നീതിയുടെ കിരണങ്ങൾ അകലെ എന്നുകൂടിയാണ് ഹൻസിബ ഇതിൽ പറയുന്നത്. പക്ഷേ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും, ഇതിൽ നിന്നും പിന്മാറില്ല. ഈ തന്റെ എതിരായിട്ട് നിൽക്കുന്നത്, അതായത് ആരോപണ വിധേയരായി നിൽക്കുന്നവരുടെ രാഷ്ട്രീയമൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താൻ ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതെന്ന് കൂടിയാണ് ഹൻസിബ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ടിനി ടോമിനെതിരായിട്ടുള്ള പരാതിയിൽ പോലും FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിന്റെ റിപ്പോർട്ട് കൂടി ഉടനെ കടവന്ത്ര പോലീസ് തയ്യാറാക്കും. അതിനുശേഷമായിരിക്കും ഹൻസിബ ആ ഒരു കേസിൽ കൂടി തുടർ നടപടികളിലേക്ക് പോവുക. ഇന്നിപ്പോൾ എന്തായാലും പോലീസിൽ
പോലീസ് കോടതിക്ക് മുൻപാകെ അന്ന് കണ്ടെത്തിയ റിപ്പോർട്ട് അത് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്നത് പോലെ SI രേഷ്മയിൽ നിന്ന് 3 മണിക്കൂർ നീണ്ട യാതൊരുവിധ മാനസിക സമ്മർദ്ദവും അൻസിബയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്. അതോടൊപ്പം തന്നെ അൻസിബ പറയുന്ന തരത്തിലുള്ള യാതൊരുവിധ കഴമ്പോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രശ്നങ്ങളോ ഈ കേസുമായിട്ടോ അന്നത്തെ പോലീസ് സ്റ്റേഷനിലോ സംഭവിച്ചിട്ടില്ല എന്നുകൂടിയായിരുന്നു തൃക്കാക്കര ACPയുടെ കണ്ടെത്തൽ. വ്യക്തമാണ്. നവമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വീണ്ടും ഡെങ്കിപ്പനി മരണം. പാലക്കാട് കരിമ്പുഴ ആറ്റാശ്ശേരി വള്ളിക്കാട്ടിൽ സ്വദേശി ജിജോ മോഹനാണ് മരിച്ചത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ഒരാഴ്ചക്കിടെ 3ാമത്തെ ആളാണ് സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിച്ച് മരിക്കുന്നത്. പ്രജിത്തുണ്ട് വിശദാംശങ്ങളുമായി. പ്രജിത്ത്, എത്ര നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വേണം. അതോടൊപ്പം തന്നെ ഈ ഒരു ആശങ്ക, പ്രത്യേകിച്ച് ഇപ്പോൾ ഷിഗല്ലയും നിപ്പയും ഒക്കെ ഒരു സംസ്ഥാനത്ത് മുഴുവനെ ഒരു ആശങ്ക പടരുന്നൊരു സാഹചര്യമുണ്ട്. നമ്മൾ ഡെങ്കിപ്പനിയും പേടിക്കേണ്ട സാഹചര്യത്തിലേക്ക് നീങ്ങുവാണോ? ഹരി, കഴിഞ്ഞ ഒരാഴ്ചയായി ഈ മരിച്ച ജിജോ മോഹൻ ചികിത്സയിലായിരുന്നു. ആരോഗ്യസ്ഥിതി വഷളായ ശേഷമാണ് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആ പെരിന്തൽമണ്ണയിൽ വെച്ചിട്ടാണ് ഇന്ന് പുലർച്ചെയാണ് ജിജോ മോഹൻ മരിക്കുന്നത്. ഒരാഴ്ചക്കിടെ ഡെങ്കിപ്പനിയുടെ 3ാമത്തെ മരണമാണത്. കഴിഞ്ഞ ദിവസം കരിമ്പുഴയിൽ ഡെങ്കിപ്പനി ബാധിച്ച് 62 മരിച്ചിരുന്നു. അതുപോലെ തന്നെ ജൂൺ 13 പട്ടാമ്പി സ്വദേശി 73 ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത്. കഴിഞ്ഞ മാസം ഡെങ്കിപ്പനി ബാധിച്ച മരിച്ചവർ 2 പേരാണ്. ജില്ലയിൽ നിലവിലുള്ള ഡെങ്കിപ്പനി ബാധിച്ച ചികിത്സ തേടിയത് 543 പേരാണ്. ഏറ്റവും കൂടുതൽ കേസുകൾ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മണ്ണാർക്കാട് മേഖലയിലാണ്. പൊതുവെ പാലക്കാട് പനി ബാധിച്ചവരുടെ എണ്ണം കൂടി വരികയാണ്. ആരോഗ്യ പ്രവർത്തകർ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. വ്യക്തമാണ്. സംസ്ഥാനത്ത് 155 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ കനത്ത ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്. തിരുവനന്തപുരത്ത് 9 പേർക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനതല ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനമെടുത്തു. പഞ്ചായത്ത് ജില്ലാ തലങ്ങളിൽ ഔട്ട്ബ്രേക്ക് മോണിറ്ററിംഗ് യൂണിറ്റുകളും ഇതിനോടൊപ്പം ഒരുക്കും. ഈ വർഷം പകർച്ചവ്യാധി വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ പുതിയ നീക്കം. ഡാനി, പകർച്ചവ്യാധി വ്യാപനം വർദ്ധിക്കുന്നുണ്ട്, അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷെ ആശങ്ക വേണ്ട, അതാണോ നിലവിൽ ആരോഗ്യവകുപ്പിൽ നിന്നും കിട്ടുന്നത്? തീർച്ചയായിട്ടും മഴക്കാലമാണ്. സാധാരണയായി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ ഇത്തവണ ഷിഗല്ല ഉൾപ്പെടെ വയനാടിന് പുറമെ തിരുവനന്തപുരത്തും പല കേസുകൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാനതല ഒരു കമ്മിറ്റിക്ക് രൂപം നൽകാനുള്ള തീരുമാനം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം ജില്ലാ തലങ്ങളിലും പഞ്ചായത്ത് തലങ്ങളിലും ഔട്ട്റീച്ച് മോണിറ്ററിംഗ് സെൻ്ററുകൾ ഉണ്ടാകും. ഇതിൻ്റെ വ്യാപന തോത് എത്രത്തോളമാണ്, തുടർ നടപടികൾ എന്തൊക്കെയാകണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചർച്ചകളാണ് ആരോഗ്യവകുപ്പ് നടത്തുക. എന്തായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ പകർച്ചവ്യാധികൾ കൂടുതലായി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പൊതുസ്ഥലങ്ങളിലെ ഭക്ഷണശാലകളിൽ അടക്കം വലിയ തരത്തിലുള്ള പരിശോധനകൾ വ്യാപകമാക്കിയിരിക്കുന്നത്. ശുചിത്വമില്ലാത്ത അന്തരീക്ഷത്തിൽ വെള്ളമോ ഭക്ഷണമോ കൊടുക്കുന്ന ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്ന് നേരത്തെ തന്നെ വകുപ്പുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുമെന്നാണ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഷിഗല്ല കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന 155 കേസുകൾ, ആക്റ്റീവ് കേസുകൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വയനാട്ടിലും തിരുവനന്തപുരത്തും ഈ ഭക്ഷണശാലകളിലടക്കം വ്യാപകമായ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. ഡയനാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് വീണ്ടും മലേറിയ സ്ഥിരീകരിച്ചു. ഉളവണ്ണ സ്വദേശിക്കാണ് മലേറിയ ബാധിച്ചത്. ചുമട്ട് തൊഴിലാളിയായ 63-കാരനാണ് അസുഖം ബാധിച്ചത്. അദ്ദേഹത്തെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പറക്കുന്നതിനടുത്താണ് അദ്ദേഹവും താമസിക്കുന്നത്. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി. തിക്കോടിയിൽ കഴിഞ്ഞ ദിവസം അതിഥി തൊഴിലാളിക്ക് മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. മധ്യപ്രദേശ് സ്വദേശിയായ ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. PM ശ്രീ വിവാദം മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തേക്കും. LDF സർക്കാർ ഒപ്പിട്ട കരാറിന്റെ തുടർ നടപടികൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് സമ്മർദ്ദവുമുണ്ട്. കേന്ദ്രത്തിന്റെ നിലപാട് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ വിശദീകരണമാകും മന്ത്രിസഭാ യോഗത്തിന് മുൻപാകെ വരിക. മന്ത്രിസഭ ചർച്ച ചെയ്ത ശേഷം രാഷ്ട്രീയ തീരുമാനത്തിനായി UDFന്റെ മുന്നിലെത്തും. നിയമവശങ്ങൾ കൂടി പരിശോധിച്ച ശേഷമാണ് സർക്കാർ PM ശ്രീയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. സൗജന്യ ബസ് യാത്രാ പദ്ധതിയായ പ്രിയദർശിനിയുടെ വിലയിരുത്തലും മന്ത്രിസഭാ യോഗത്തിലുണ്ടാകും. ഡാൻ വിശദാംശങ്ങൾ.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയത്തിൽ ഒരു വിശദമായ ചർച്ച നടക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് PMC പദ്ധതിയിൽ ഒപ്പുവെച്ചത്. അതിനുശേഷമുള്ള തുടർ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ സമ്മർദ്ദമുണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നൽകിയിരിക്കുന്ന വിശദീകരണമായിരിക്കും മന്ത്രിസഭാ യോഗം ഇന്ന് ചർച്ച ചെയ്യുക. അതോടൊപ്പം ഈ പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് KSRTCക്ക് പ്രതിദിനം ഉണ്ടാകുന്ന നഷ്ടം എത്ര, അത് വീണ്ടെടുക്കാൻ എന്തൊക്കെ നടപടികൾ അടിയന്തരമായി ചെയ്യണം, അതോടൊപ്പം സ്വകാര്യ മേഖലയിലെ ബസ്സുടമകൾ പങ്കുവെക്കുന്ന ആശങ്കകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ ചർച്ചയിൽ ഇടം പിടിക്കുമെന്നാണ് വിവരം. ഇടുക്കി പീരുമേട്ടിൽ ആദിവാസി സ്ത്രീ സീത കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ട് 1 വർഷം തികയുന്നു. കാട്ടാനയാണ് കൊലപ്പെടുത്തിയതെന്ന് തെളിഞ്ഞിട്ടും സീതയുടെ ഭർത്താവ് ബിനുവിനെ കൊലപാതകിയാക്കി ചിത്രീകരിക്കാൻ ശ്രമം നടന്നിരുന്നു. ഇതിന്റെ മാനസികാഘാതത്തിൽ നിന്നും മുക്തി നേടാൻ ഇനിയും കഴിയാത്ത ബിനുവിനും കുടുംബത്തിനും നഷ്ടപരിഹാര തുക പോലും നൽകാൻ വനം വകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല. കാടിനുള്ളിൽ കഴിയുന്നതിനേക്കാൾ കാട്ടാനകൾ പുൽമേടുകൾ കേന്ദ്രീകരിച്ച് തമ്പടിക്കുന്നതാണ് ആക്രമണങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ പുൽമേടുകൾ വാസസ്ഥലമാക്കിയിരിക്കുന്ന ഇടുക്കി മതികെട്ടാൻചോലയിലെ മുഴുവൻ കാട്ടാനകളെയും ട്രാൻസ്ലോക്കറ്റ് ചെയ്യാനാണ് ആലോചന. കൂടുതൽ വിശാലമായ വനത്തിലേക്ക് ഘട്ടം ഘട്ടമായി ആനകളെ മാറ്റാനാകും പദ്ധതി. സംസ്ഥാനത്ത് ഏറ്റവുമധികം കാട്ടാന ആക്രമണങ്ങൾ നേരിടുന്ന മേഖല മതികെട്ടാൻചോല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചിന്നക്കനാൽ സൂര്യനെല്ലി സ്വദേശിയായ മാരി മക്കളുടെ മുൻപിൽ വെച്ച് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതോടെ വലിയ ജനകീയ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മേഖലയിലെ കാട്ടാന ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണാനുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നത്. നിലവിൽ മതികെട്ടാനിൽ 17 ആനകളാണുള്ളത്. താരതമ്യേന ചെറിയ വനമേഖലയാണിവിടെ. പ്രദേശത്തെ കാട്ടാനകളിൽ അധികവും ജനവാസ മേഖലയോട് ചേർന്നുള്ള വിശാലമായ പുൽമേടുകളിലാണ് കൂടുതലായും കഴിഞ്ഞുകൂടുക. ഇത് മനുഷ്യ വന്യജീവി ആക്രമണത്തിന് ഇടയാക്കുന്നതായാണ് വിലയിരുത്തൽ. മേഖലയിലെ മുഴുവൻ ആനകളെയും പെരിയാർ, പറമ്പിക്കുളം പോലുള്ള വിശാലമായ വനമേഖലയിലേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് പഠനം ആരംഭിച്ചതായി ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു അറിയിച്ചു. ഇനി അവശേഷിക്കുന്ന ആന സംഘത്തെ അവിടുന്ന് മാറ്റാനുള്ള കാര്യത്തെക്കുറിച്ച് ഗൗരവമായ രീതിയിലുള്ള പഠനങ്ങളും നടക്കുന്നു. ആ നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. അത് എത്രമാത്രം സാധ്യമാകും എന്നുള്ളത് വരും ദിവസങ്ങളിൽ വിദഗ്ധരുമായിട്ട് ആലോചിച്ച് ഗവൺമെന്റ് ആ കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നതാണ് എന്നാണ് വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ളത്. വൻ സാമ്പത്തിക മുതൽ മുടക്കും നിരവധി വെല്ലുവിളികളും നിറഞ്ഞ പദ്ധതി ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാനാണ് ആലോചന. പദ്ധതി നടപ്പിലായാൽ ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിലെ കാട്ടാന ശല്യത്തിന് അറുതിയാവും. ന്യൂസ് 18 ഇടുക്കി. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. അന്വേഷണം ഉന്നത നേതാക്കളിലേക്കും നീങ്ങുകയാണ്. MS അനീഷ് കുമാർ ഉണ്ട് വിശദാംശങ്ങളുമായി. അനീഷ്, വടകര സ്ക്വാഡ് ഗ്രൂപ്പിൽ ആണ് ആദ്യം ഈ സ്ക്രീൻഷോട്ട് വന്നത്. അതിൻ്റെ അഡ്മിൻ കൂടിയാണ് ജിതിൻ ഭാസ്കർ എന്നുള്ള വിശദാംശങ്ങളിലേക്ക് കിട്ടുന്നു. കൂടുതൽ ഉന്നതരിലേക്ക് ഇത് നീങ്ങുമോ എന്നുള്ള ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം VT ബൽറാമിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. മുതിർന്ന നേതാക്കൾ ആരും ഇത് സംബന്ധിച്ച് പ്രതികരിച്ചില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ജിതിൻ ഭാസ്കറാണ് ഇതിന് പിന്നിലെന്നാണ്. വിശദാംശം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വിവാദമായ ഒരു വിഷയമായിരുന്നു ഈ കാഫിർ സ്ക്രീൻഷോട്ട്. ശൈലജ ടീച്ചർക്കെതിരെ എന്ന പേരിലാണ് മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ MSF നേതാവായ കാസിം എന്നയാളുടെ പേരിൽ പ്രചരിക്കപ്പെട്ട ഈ സ്ക്രീൻഷോട്ട്. പിന്നീട് അന്വേഷണം ആരംഭിക്കുകയും അത് ചില DYFI നേതാക്കളിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് ആ അന്വേഷണം നിലച്ചു പോവുകയും യഥാർത്ഥ കുറ്റക്കാരിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകുകയുമായിരുന്നു. പിന്നീടാണ് UDF സർക്കാർ അധികാരത്തിൽ വരികയും കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഈ കേസിൽ വീണ്ടും അന്വേഷണം നടത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അവസാനം അന്വേഷണം എത്തിനിന്ന DYFI നേതാക്കളടക്കമുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്തു. അങ്ങനെയാണ് വടകര സ്ക്വാഡ് എന്ന ഗ്രൂപ്പിൽ നിന്നാണ് തങ്ങൾക്ക് ഈ സ്ക്രീൻഷോട്ട് ലഭിച്ചതെന്ന മൊഴി ആ നേതാക്കൾ നൽകി. പിന്നീടാണ് ഈ വടകര സ്ക്വാഡിൽ ആരാണ് ഈ സ്ക്രീൻഷോട്ട് ആദ്യം ഷെയർ ചെയ്തത് എന്ന പരിശോധനയിലേക്ക് പോലീസ് കടന്നത്. അങ്ങനെയാണ് ജിതിൻ
നിതിൻ ഭാസ്കർ എന്ന ഡിവൈഎഫ്ഐയുടെ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗത്തിലേക്ക് അന്വേഷണം എത്തിപ്പെട്ടത്. ഇന്നലെ രാവിലെ മുതൽ ചോദ്യം ചെയ്യൽ നടത്തിയ ശേഷം ഉച്ചതിരിഞ്ഞായിരുന്നു നിതിൻ ഭാസ്കറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതിനുശേഷം കോടതിയിൽ ഹാജരാക്കുകയും ഇയാൾ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾ നൽകിയ മൊഴി അനുസരിച്ച് മറ്റു ചില കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ച സ്ക്രീൻഷോട്ടാണ് താൻ ഗ്രൂപ്പിൽ ഇട്ടതെന്നാണ്. ഇതേതാണ് ഈ മറ്റു ചില കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ ഇതിൽ ഉന്നതരായ നേതാക്കൾ അടക്കമുള്ളവർക്ക് പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് വിശദമായ പരിശോധന പോലീസ് നടത്തും. മതസ്പർദ്ധ വളർത്തുക, കലാപത്തിന് ആഹ്വാനം ചെയ്യുക, IT ആക്ട് എന്നീ നിയമങ്ങൾ പ്രകാരമാണ് പ്രതിക്കെതിരെ കുറ്റം കേസെടുത്തിരിക്കുന്നത്. ഇനി പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ഒപ്പം ഈ ജാമ്യാപേക്ഷ നൽകും എന്ന കാര്യവും നമുക്ക് വ്യക്തമായിട്ടുണ്ട് പ്രതിഭാഗം. എന്തായാലും ആ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കും. എതിർപ്പ് അറിയിച്ചുകൊണ്ട് നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട MSF നേതാവ് കാസിമിന്റെ അഭിഭാഷകൻ അടക്കം ഹർജി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കസ്റ്റഡി അപേക്ഷയിൽ എന്ത് തീരുമാനം കോടതി എടുക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ഒപ്പം അന്വേഷണം ഉന്നതങ്ങളിലേക്ക് നീങ്ങുമോ എന്നതും കണ്ടറിയേണ്ടതുണ്ട്. വ്യക്തമാണ്. അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. കേരള കർണാടക സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ബൈരക്കുപ്പ പാലം പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ സംഘം ഇന്ന് സ്ഥലം പരിശോധിക്കും. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത അതോറിറ്റി, ബത്തേരി തഹസിൽദാർ, പഞ്ചായത്ത് പ്രതിനിധികൾ, വികസന സമിതി ഭാരവാഹികൾ എന്നിവരടങ്ങുന്ന സംഘം രാവിലെ 11-ന് നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം സന്ദർശിച്ച് പരിശോധന നടത്തും. ജയരാജനുണ്ട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ജയരാജൻ, വളരെ കാലമായിട്ട് വളരെ ഇടയ്ക്ക് മുടങ്ങിക്കിടന്നിരുന്ന ഒരു പദ്ധതി, ഇതൊരു പുനർജീവനം വരികയാണോ എന്നുള്ള ചോദ്യമുണ്ട്. DKയും PK ബഷീറും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇത്ര വേഗത്തിൽ തന്നെ ഇതിന്റെ ഘട്ടം ഘട്ടമായ നടപടികൾ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഹരി, നമുക്കറിയാം ഈ ഒരു ബൈരക്കുപ്പ പാലവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് അവിടെയുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ ഒരു ആഗ്രഹമാണ് ഒരു പാലം എന്നുള്ളത്. കാരണം നിരവധി ഗുണങ്ങളാണ് ആ ഒരു പാലം വരുന്നതുകൊണ്ട് തന്നെ ഉണ്ടാകുന്നത്. നമുക്കറിയാം 1994 ഈ ഒരു പാലവുമായി ബന്ധപ്പെട്ട് തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരനും അതുപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രി വീരപ്പ മൊയ്ലിയും ചേർന്ന് അവിടെ ഒരു തറക്കല്ലിടുകയും ചെയ്തു. പക്ഷേ ഈ കഴിഞ്ഞ 32 വർഷമായിട്ടും പിന്നീട് അതിന് ഒരു പുരോഗതി കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് കഴിഞ്ഞ ദിവസം കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ഈ കർണാടക മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയിൽ ഒരു പച്ചക്കൊടി കണ്ടത്. പക്ഷേ അത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതിന് ഇപ്പോഴും ആശങ്കയുണ്ട്. കാരണം കേരളത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാ കാര്യങ്ങളും അന്നും റെഡിയായിരുന്നു. പക്ഷെ കർണാടകയുടെ ഭാഗത്തു നിന്നാണ് തടസ്സങ്ങൾ വന്നത്. ഇപ്പോഴും അപ്രോച്ച് റോഡുകളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് മുന്നിട്ട് പോകുന്നത്. ഇന്നിപ്പോ 11 മണിയോടെ തന്നെ ഈ സ്ഥലം സന്ദർശിക്കുമെന്ന് പറയുന്നത് കേരളത്തിന്റെ ഭാഗത്തു നിന്ന് ആണ് എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഇവിടെ പറയേണ്ടത്. കാരണം PWDയും അതുമായി ബന്ധപ്പെട്ട ആളുകളുമാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് അവിടെ പോയി ഈ കാര്യങ്ങളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്വേഷിക്കുന്നത്. പക്ഷെ അത് കർണാടകയുടെ ഭാഗത്തു നിന്ന് എത്രത്തോളം സപ്പോർട്ടുകൾ വരുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് അത് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ഇന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ 11-12 മണിക്കുള്ളിൽ തന്നെ ഈ ഉദ്യോഗസ്ഥ സംഘങ്ങൾ അവിടെ എത്തി ഇതിന്റെ കാര്യങ്ങൾ വിലയിരുത്തും. പക്ഷേ നമുക്ക് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം വരണമെങ്കിൽ കർണാടകയുടെ ഭാഗത്തു നിന്നും കൂടി ആളുകൾ വന്ന് ഇത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. എന്തായാലും ഈ ഒരു പാലം വരും എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള ഗ്രാമവാസികളും അല്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകൾ തന്നെ വലിയ ഒരു പ്രതീക്ഷയിലാണ്. കാരണം ഈ ഒരു പാലം വരുന്നതുകൊണ്ട് തന്നെ വയനാട് അതുപോലെ തന്നെ കണ്ണൂർ അതുപോലെ കോഴിക്കോട് ജില്ലകളിലുള്ള ആളുകൾക്കൊക്കെ ഒരു 40 കിലോമീറ്റർ ലാഭമാണ് ആ ഒരു റോഡ് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകുന്നത്. നമുക്കറിയാം ഇവിടെ NH 766 അല്ലെങ്കിൽ രാത്രിയാത്രാ നിരോധനമൊക്കെ നടത്തിയത് കൊണ്ട് തന്നെ ബാംഗ്ലൂർ മൈസൂരൊക്കെ എത്താൻ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന സമയത്ത് ഈ ഒരു പാലം വലിയ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. പക്ഷെ അത് എത്രത്തോളം എന്നുള്ളത് നമുക്കിനി കണ്ടറിയണം. കാരണം ഇത്തരത്തില് ഒരു സംഭവം പറയാൻ കാരണം നമ്മൾ എത്രയോ കാലമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഈ 10-32 കൊല്ലമായിട്ടും ഒരു അല്ലെങ്കിൽ ഒരു വ്യക്തമാണ്, ഇപ്പോഴും ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ് എന്ന് പറയേണ്ടി വരും. എന്നാലും വലിയൊരു ആശ്വാസകരമായ കാര്യമാണ് സംഭവിക്കുന്നത്. വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ഒരു പദ്ധതിയാണ് വീണ്ടും തുറക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്. ആ വാർത്തയോടുകൂടി 9 മണി വാർത്ത അവസാനിക്കുകയാണ്. ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഫുട്ബോൾ വാർത്തകളുമായി എൽദോ ചെയ്യും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.